ഹലോ കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ആരോഗ്യകാര്യങ്ങൾ ഞാൻ നിത്യവും പാലിച്ചു പോകുന്ന കുറേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒരു 10-15 വർഷമായിട്ട് ഞാൻ യോഗ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതൊക്കെ തുടങ്ങി ആദ്യം പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഒരു 10 വർഷം ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഉറക്കക്കുറവ്, അതിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി 10 വർഷത്തിന് മുമ്പത്തെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഉറക്കക്കുറവും യൂറിനറി ഇൻഫെക്ഷൻ എന്നും എനിക്ക് എൻ്റെ ഒരു നിത്യമായിട്ടുള്ള ഒരു അസുഖമായിരുന്നു. പിന്നെ എനിക്ക് ഒരു കാല് നിലത്തും, അത് വെയിറ്റിൻ്റെ പ്രശ്നമായിരുന്നു. അത് ഞാൻ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ശരീരം എപ്പോഴും ഹീറ്റാകുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി. ഈസ്ട്രജൻ്റെ അഭാവത്താലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു ഏജ് കഴിഞ്ഞ് എല്ലാവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ മരുന്നുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ആയുർവേദ മരുന്നുകളാണ് ഞാൻ കൂടുതലും കഴിക്കാറുള്ളത്. എല്ലാ വർഷവും ബോഡി ചെക്കപ്പൊക്കെ നടത്തുമെങ്കിലും ഈ 15 വർഷമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രം, അല്ലാതെ മറ്റ് രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ കൊറോണ വന്നിട്ടുണ്ട്, പനിയൊക്കെ ബാധിച്ച് ആ ഇടയ്ക്കൊക്കെ പനിയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലാതെ എൻ്റെ ശരീരത്ത് അങ്ങനെ വലിയ രോഗങ്ങളൊന്നും കയറി വന്നിട്ടില്ല. അപ്പം ഞാൻ ഈ 10 വർഷത്തിന് മുമ്പ് ഈ ഉറക്കക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ടെൻഷനിൽ നിന്നുണ്ടാകാം, പിന്നെ ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഏജ് കഴിഞ്ഞ് മിക്കവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ്. അതിൽ കൂടെയാണ് നമുക്ക് ബാക്കി അസുഖങ്ങളെല്ലാം പിടിപെടുന്നതും. ഉറക്കമില്ലായ്ക, അത് പക്ഷേ ആരും അത് മനസ്സിലാക്കുന്നില്ല. ആദ്യത്തെ സ്റ്റെപ്പ് അത് തന്നെയാണ്. നമുക്ക് ഉറക്കം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് പകൽ ഉറങ്ങുക എന്നല്ല ഞാൻ ഈ പറയുന്നത്, അത് നമുക്ക് രാത്രിയിൽ തന്നെയാണ് ആ ഉറക്കം കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമൊന്നും അതൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പം ഞാൻ 10 വർഷമായിട്ട് ആ ചികിത്സയിലുണ്ട്. സത്യം പറഞ്ഞാൽ പലരും എന്നോട്, എൻ്റെ ഒരടുത്ത ഫ്രണ്ടുണ്ട് ഋഷി, അവൾ എന്നോട് എപ്പോഴും ചോദിക്കും ഇതെന്തോ മായയാണെന്നോ മന്ത്രമാണെന്നോ, ഇവർ കയ്യിലൊന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങൾ എങ്ങനെയായി മാറുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് അതിൻ്റെ ഒറ്റ മറുപടിയിൽ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തോട് നമ്മൾ തെറ്റുകൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തോട് നമ്മൾ ശരി ചെയ്യുന്നില്ല. ആ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തോട് ചെയ്യുമ്പോൾ ആ ശരീരം നമ്മളോട് ആ ശരി തിരിച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു കഴിവുണ്ട് നമ്മുടെ രോഗങ്ങളെ എടുത്തു മാറ്റാൻ. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ തെറ്റുകൾ ചെയ്തു പോകുന്നു. തെറ്റുകളെന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ, എനിക്ക് വീഡിയോ ലെങ്ത് ആകുന്നത് കാരണം ഞാൻ എല്ലാം കുറേശ്ശെയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. തെറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഒരു 9:30, പക്ഷെ അന്നേരം പറയും ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. 9:30-10 മുമ്പായിട്ട് നമ്മൾ കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻസ് എല്ലാം പ്രവർത്തിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പം നമ്മൾ നേരത്തെ ആഹാരം കഴിക്കുക. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആഹാരം കഴിച്ചിട്ട് നമ്മൾ ഒരു 9:30-10 കിടക്കുമ്പോൾ ആഹാരം നമ്മുടെ ദഹിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ശരീരത്ത് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗത്തെ എടുത്തു മാറ്റാൻ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു കഴിവുണ്ട്. നമ്മൾ നല്ലതായിട്ട് ഉറങ്ങിപ്പോകും. നമ്മുടെ ശരീരത്തെ ഹെവിയായിട്ടുള്ള ആഹാരം, ഈ 10 മണിക്കൊക്കെ ആഹാരം കഴിച്ചിട്ട് അതേപോലെ, കാര്യം ഇന്ന് ആർക്കും സമയമില്ല, എല്ലാവരുടെയും ഓട്ടപ്പാച്ചിലിനിടെ. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നില്ല, നമ്മുടെ പഴയ കാലമല്ല ഇന്ന്. മനുഷ്യന് എന്തായാലും ഈ ഓടുന്നതെല്ലാം
നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ആ ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് ഓടാനുള്ള ആരോഗ്യം തരണം. നമുക്ക് ഒരു ചെറിയ പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം അവിടെ നിൽക്കും. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാൻ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ മാസത്തിലൊരിക്കലാണ് ആ ചികിത്സയിലേക്ക് പോകാറുള്ളത്. പക്ഷേ എനിക്ക് 10 വർഷമായിട്ട് ഞാൻ ആ ചികിത്സയിലുണ്ട്. എനിക്കത് വളരെ നല്ലതായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൊറോണ വന്നു. ഇടയ്ക്കിടയ്ക്ക് പനികളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ ഒരു മരുന്നുകളും എടുക്കത്തില്ല. പനിയൊക്കെ ഉണ്ടാകുമ്പം നന്നായിട്ട് എനിക്ക് പനിയുണ്ടാകും. പണ്ട് കാലത്ത് ഇപ്പം അങ്ങനത്തെ പനി നമ്മൾ കണ്ടിട്ടില്ല. വിറച്ച് പുതപ്പിൻ്റെ കീഴൊക്കെ കിടക്കുമ്പം ഡോക്ടർമാരിപ്പോൾ പറയും തണുപ്പിക്കുക എടുക്കുക എന്ന്. പക്ഷെങ്കിൽ ആ തണുപ്പിക്കുകയും എടുക്കുകയും ഒന്നും ചെയ്യണ്ട. നമ്മൾ ആ വിറയലോടുകൂടി ഒരു കമ്പിളിക്കകത്ത് കിടന്നിട്ട് അതാണ് ശരിയായിട്ടുള്ള. നമ്മൾ അതൊരു 3 ദിവസം കഴിയുമ്പോൾ ഒരു മരുന്നും കഴിക്കേണ്ട, ആ പനി നമ്മളെ വിട്ടു പോകും. ഇന്ന് ഞാൻ ഈ 10 വർഷമായിട്ട് പാലിച്ചു പോകുന്ന കാര്യമാണിത്. അപ്പം നമ്മൾ മറ്റ് മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ചുക്കും കുരുമുളകും അങ്ങനെയൊക്കെ ഇട്ട് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടുക, അതൊക്കെയാണ് ഇത്. പക്ഷെങ്കിൽ ഈ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഇപ്പം അക്യുപഞ്ചർ ചികിത്സയ്ക്ക് ഞാൻ പോയില്ലെങ്കിലും ഞാൻ എൻ്റെ ശരീരത്തോട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ആ ചികിത്സ ഒന്നും നമുക്ക് വേണ്ടാതെ തന്നെ ശരീരം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഇപ്പോൾ ഹെവിയായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കുക. ഒരു ആഹാരവും ഞാൻ കഴിക്കാത്ത ഒരു ആഹാരവും ഇല്ല. എല്ലാ ആഹാരങ്ങളും കഴിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ മാത്രമേ ഞാൻ ആഹാരങ്ങൾ കഴിക്കാറുള്ളൂ. അല്ല ഇപ്പോൾ 10 മണിക്ക് ഞാൻ ആഹാരം കഴിച്ചിട്ട് 11, 12 മണിയായപ്പം എനിക്കെന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം എൻ്റെ മുമ്പിൽ കിട്ടുന്നു, അയ്യോ എന്നാൽ ഇനി അത് കിട്ടത്തില്ല, അത് പിള്ളേർ കഴിച്ചത് തീർന്നു പോകും, എന്നാൽ ഇതങ്ങ് കഴിച്ചേക്കാം അന്ന് പറഞ്ഞ് ഞാൻ കഴിക്കത്തില്ല. എനിക്ക് വിശക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സാധനം 1, 2 നമ്മൾ പീസ് എടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നമുക്ക് അതുപോലെ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ വിശക്കുമ്പോൾ കഴിച്ചോ. അതിൽ ഒന്നും അതിനൊരു നിർബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്നത്. നല്ലത് ചെയ്ത് കഴിയുമ്പോൾ ശരീരം നമ്മുടെ കൂടെ നിൽക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ